അപ്പോൾ നമുക്ക് ടി വി പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ടി വി പ്രസാദ്, മന്ത്രിസഭാ രൂപീകരണം ഇന്ന് ഉച്ചയോടുകൂടി ഒരു കരയ്ക്ക് അടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ വലിയ കീറാമുട്ടിയില്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ, രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം കിട്ടുമോ? ആഭ്യന്തരത്തിനുള്ള സാധ്യത തെളിയുന്നുവെന്നാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹൈക്കമാൻഡിനും രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് കൊടുക്കണമെന്ന് തന്നെയാണ്, KCക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ VD സതീശന് ആഭ്യന്തര വകുപ്പ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും. ആഭ്യന്തര വകുപ്പില്ലാത്ത മുഖ്യമന്ത്രി എന്ന നിലയിലായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി അധികാരത്തിലേക്ക് എത്തുക. അതിൽ വിദ്യാഭ്യാസ വകുപ്പ്, ധനവകുപ്പ് ഒക്കെ ഒരു പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു ഭാഗത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നടക്കുന്നു, മറുഭാഗത്ത് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളും നടക്കുന്നു. ടി വി പ്രസാദ്, തലസ്ഥാനം ഒരാഘോഷത്തിന്റെ വൈബിലേക്ക് മാറിയോ? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ ഒരു വൈബിലേക്ക് തന്നെ മാറുകയാണ്. ആദ്യം നമുക്ക് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുഖം ഒന്ന് കാണാം. ഞാൻ ഈ കൻറ്റോൺമെൻറ്റ് ഗേറ്റിലാണുള്ളത്, അതായത് നമ്മുടെ സമരം അനുവദിക്കാത്ത ഗേറ്റ് ഉണ്ടല്ലോ അരുൺ, ആ ഗേറ്റിന് മുമ്പിലാണുള്ളത്. അവിടെ ഒരു പടുകൂറ്റൻ ഒരു കമാനം സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ടീം UDF സ്വാഗതം, ഇത് പുതിയുഗപ്പുറവി എന്ന് പറഞ്ഞ് VD സതീശൻ്റെ വലിയ കട്ടൗട്ടോട് കൂടിയ ഒരു വലിയ കമാനം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ തന്നെ ഒരു ഇടത് സ്വഭാവം മാറി എന്നുള്ളതാണ്. ആരുണ്ട് LDF അല്ലാതെ എന്നൊക്കെയുള്ള ബോർഡുകളൊക്കെ ആയിരുന്നു, അതൊക്കെ പൂർണ്ണമായി മാറിയിട്ടുണ്ട്. തൊട്ടിപ്പുറത്തേക്ക് വന്നാൽ വിജിത്തെ, തൊട്ടിപ്പുറത്തേക്ക് വന്നാൽ ബൈ ബൈ പിണറായി എന്ന് പറഞ്ഞൊരു പടുകൂറ്റൻ ഫ്ലക്സ് സെക്രട്ടേറിയറ്റിൻ്റെ കൻറ്റോൺമെൻറ്റ് ഗേറ്റിൻ്റെ നേരെ മുന്നിൽ സെക്രട്ടേറിയറ്റ്, കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ, അതായത് UDFൻ്റെ ഭരണാനുകൂല സർവീസ് സംഘടനയാണ്, അവർ വെച്ചിട്ടുണ്ട്. അങ്ങനെ മാത്രവുമല്ല ഇവിടെ ഇപ്പോൾ സുരക്ഷ മാറ്റണമെന്ന നിർദ്ദേശം ഇതുവരെയും വന്നില്ല. ആ സുരക്ഷ മാറ്റുമെന്നാണ് നേരത്തെ പറഞ്ഞത്. മാറ്റാനുള്ള നിർദ്ദേശം വന്നില്ല എന്നാണ് അറിയുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോഴുണ്ട് ആ ഒരു സ്വഭാവം മാറി തുടങ്ങിയിട്ടുണ്ട്. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ മന്ത്രിമാരുടെ പട്ടികയാണ്, ആരൊക്കെ വരുമെന്നത് സംബന്ധിച്ച്. രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ ഏതാണ്ട് ആഭ്യന്തരം ഉറപ്പിക്കാമെന്ന് തോന്നുന്നു അരുൺ. കാരണം അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 2 ദിവസം നമ്മൾ കടുത്ത പ്രതിഷേധം കണ്ടത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും കൈകോർത്ത സാഹചര്യത്തിൽ, ഹൈക്കമാൻഡിൻ്റെ കൂടി നിർദ്ദേശം വന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ VD സതീശൻ അതിൽ എതിർപ്പുന്നയിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുൻപന്തിയിലുണ്ടായ ആളാണ് രമേശ് ചെന്നിത്തല. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്നു ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവാണ് ചെന്നിത്തല. സർവോപരി ഇവരെക്കാലൊക്കെ സീനിയർ ആയിട്ടുള്ള നേതാവായതുകൊണ്ട് ആഭ്യന്തരമന്ത്രി കസേര കിട്ടാനുള്ള സമ്മർദ്ദം തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ 2 ദിവസമായി കേരളം കാണുന്നത് എന്നുള്ളത് തന്നെയാണ്. വലിയ കീറാമുട്ടിയൊന്നുമില്ലാതെ ഇത്തവണത്തെ മന്ത്രിമാരുടെ പട്ടിക പൂർത്തിയാക്കാൻ കഴിയും. ഇന്നോടുകൂടി ഏതാണ്ടൊരു ചിത്രം തെളിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് UDF യോഗം ചേർന്ന് അതിൻ്റെ തീരുമാനങ്ങളെല്ലാം എടുക്കും. ഇതിൻ്റെ തൊട്ടപ്പുറം അരുണി, നമുക്കിത് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കാണാം. ഇവിടെയാണ് സെൻട്രൽ സ്റ്റേഡിയം, അതായത് സെക്രട്ടേറിയറ്റിനോട് ചേർന്നുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ആ സ്റ്റേജിൻ്റെ പണികൾ പുരോഗമിക്കുന്നത്. അതിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. രാവിലെ ആളുകൾ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ, അതാണ് നമുക്ക് അകത്തേക്ക് അവരെ കയറ്റിവിടാത്തത്. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് കയറാമെന്ന് കരുതുന്നു. എല്ലാ മുന്നൊരുക്കങ്ങളും ഇവിടെ നടത്തുകയാണ്. വിജയ് ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നത് കൊണ്ട് തലസ്ഥാന നഗരം അക്ഷരാർത്ഥത്തിൽ ജനസമുദ്രമാകുമെന്ന കാര്യം ഉറപ്പാണ്. മാത്രവുമല്ല അരുൺ, കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന ഒരു മുന്നണി പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കും വലിയ അഭിമാനകരമായ ദിവസമായിരിക്കും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ദിവസം. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സെക്രട്ടേറിയറ്റും പരിസരവും ജനനിമിഡമാകും. തിരുവനന്തപുരം നഗരത്തേക്ക് ആർത്തലച്ച് UDF പ്രവർത്തകർ എത്തുകയും ചെയ്യും അരുൺ. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തലസ്ഥാനം മറ്റൊരു രാഷ്ട്രീയ ആഘോഷത്തിന് ഒരുങ്ങുകയാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. 12,000-ഓളം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന വിശാലമായ പന്തലാണ് ഒരുങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ആ വേദിയിലേക്ക് VD സതീശൻ പ്രധാന താരമായി തന്നെ എത്തും. പക്ഷേ നമ്മൾ കാത്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വിജയ് കൂടി എത്തുമോ എന്നറിയാനാണ്. കർണാടകയിൽ നിന്ന്, തെലങ്കാനയിൽ നിന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരൊക്കെ എത്തും. രേവന്ത് റെഡ്ഡി വരുന്നുണ്ട്, സിദ്ധരാമയ്യ വരുന്നുണ്ട്, DK ശിവകുമാർ വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വിജയ് എത്തുമോ എന്നുള്ളതിൽ ഒരു അല്പസമയത്തിനുള്ളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ക്ഷണക്കത്ത് നമ്മൾ അയച്ചു കഴിഞ്ഞു. വിജയ് ക്ഷണം സ്വീകരിച്ചെത്തുകയാണെങ്കിൽ വലിയൊരു ആൾക്കൂട്ടം വിജയെ കാണാനും കൂടി ഉണ്ടാവും. VD സതീശനെ കാണുന്നതിനോടൊപ്പം മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ കാണുന്നതിനോടൊപ്പം തന്നെ.